എത്ര കിട്ടിയാലും ചിലർ പഠിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് ഒരു പ്രമുഖ ചാനലിലെ ചർച്ചയിൽ രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങൾ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തി വിവാദ പരാമർശങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റക്കാരനായി കാണാൻ സാധിക്കില്ല. അങ്ങനെ കാണുന്നത് തെറ്റാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. കോടതിയുടെ നിയമവ്യവസ്ഥയിലെ പരാമർശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഈശ്വറിന്റെ ന്യായീകരണം. ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതി കണ്ടെത്തിയ ശേഷം മാത്രമേ അയാളെ പ്രതിയാക്കാൻ കഴിയൂ എന്നാണ് രാഹുൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപുയർന്ന 2 ബലാത്സംഗ കേസിലെയും കോടതിയുടെ സംശയങ്ങളും ചോദ്യങ്ങളും അക്കമിട്ട് പറഞ്ഞായിരുന്നു രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ വാദങ്ങൾ നടത്തിയത്. ഒരു ഫെയർ ട്രയൽ ഇല്ലാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ശരിയല്ല എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം. എന്നാൽ ഈ വാദങ്ങൾക്കിടയിൽ രാഹുലിന്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ വീണുപോയ ഒരു പോയിന്റ് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. രാഹുലിന് മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ മറുപടി പല സംശയങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇനിയും രാഹുലിനെതിരെ പോക്സോ അടക്കമുള്ള കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാതെ പറഞ്ഞു എന്നതാണ് വാസ്തവം. 2 പരാതിയിലും പറയുന്ന കാര്യങ്ങൾ ഒന്നിച്ചാക്കി സാമ്പത്തിക ചൂഷണം കൂടി ചേർത്ത് പുതിയൊരു പരാതിയാക്കിയെന്നാണ് രാഹുൽ പറയുന്നത്. പോലീസിനെ ദുരുപയോഗം ചെയ്യണമെങ്കിൽ എല്ലാ സംസ്ഥാനത്തും അത് സാധ്യമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോക്സോ കേസ് വരുമെന്ന് എനിക്ക് സംശയമുണ്ടെന്നും രാഹുൽ പറയുകയുണ്ടായി. രാഹുലിന്റെ വാവിട്ടുപോയ ഈ വാക്കാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ മറുവശം കൂടി ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ നിലവിലെ കേസുകളും ഇനി വരാനിരിക്കുന്ന കേസുകളെ കുറിച്ചും രാഹുൽ ഈശ്വറിന് നല്ല ധാരണയുണ്ടെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടവുമായി തനിക്ക് സുഹൃത്ത് ബന്ധം പോലും ഇല്ലെന്നും 2 തവണ മാത്രമാണ് രാഹുലിനെ കണ്ടിട്ടുള്ളൂവെന്നും വാതോരാതെ പറയുന്ന രാഹുൽ ഈശ്വറിന് മേൽ ഇപ്പോൾ സംശയം അലയടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ധാരാളം കേസുകൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. ആ അഭിപ്രായത്തെ സത്യമാക്കുന്ന തരത്തിലെ പ്രസ്താവനകളാണ് രാഹുൽ ഈശ്വർ നടത്തുന്നത്. മെൻസ് കമ്മീഷൻ എന്ന പേരും പറഞ്ഞ് പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രവണതയാണ് രാഹുൽ ഈശ്വറിന്റേത് എന്ന പരിഹാസവും ഉയർന്നു വരികയാണ്. വ്യാജ പോക്സോ കേസ് കൂടി വരുമെന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് എല്ലാം മറിഞ്ഞു വെച്ചുകൊണ്ടാണോ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അല്ല എങ്കിൽ പാർട്ടി നേതൃത്വം പോലും കൈവിട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിനാണ് രാഹുൽ ഈശ്വർ പിന്തുണച്ച് വീണ്ടും വീണ്ടും എത്തുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. വ്യാജ പോക്സോ കേസെന്ന് എടുത്തു പറഞ്ഞെങ്കിലും അതിലും ദുരൂഹതയില്ലെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് ഒടുവിൽ വൻ കുരുക്കിലാകുന്നത് രാഹുൽ ഈശ്വർ തന്നെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാനുള്ള വാദങ്ങൾക്കിടയിൽ ഒടുവിൽ പ്രതിസന്ധിയിലാകുന്നത് രാഹുൽ ഈശ്വർ തന്നെ ആയിരിക്കുമെന്നതാണ് വാസ്തവം.